ഇതാണ് മഹേന്ദ്ര ഗുഹ, മഹേന്ദ്ര കേവ് എന്ന് പറയുന്ന സ്ഥലമാണ്. നേപ്പാളിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഞാനൊരു എൻട്രൻസ് കടന്നു പോകണം. ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഒരു ഗൈഡിനെ കിട്ടിയെന്ന് 500 രൂപ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കത് മടിയായതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ പൈസ മുടങ്ങാൻ വേണ്ടി ഒരുപാട് ടീംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. पंडित जी को क्या यू नो हिंदी? मैं केरला है, हिंदी मालूम है। हिंदी मालूम है? पंडित जी को आप वीडियो बना रहे वीडियो हैं बनाते ना? हैं। मैंने भी बनाया। पंडित जी को थोड़ा सा बोलिएगा ऐसे करके कि थोड़ा बोलिए इधर क्या है वो पूरा बोलेगा। फॉरेनर लोग इस साइड जाता है, वो जाता है, Okay. ये स्टोन है, स्कूल का है। भजन गाने बोलेगा, उनको गाने दीजिएगा, जितना गाएगा उतना बोलेगा। ഓക്കെ, താങ്ക് യു, बाय ബൈ. ഞാൻ ഇപ്പോൾ അവിടെ എത്തി ഗുഹൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് കടക്കും തോന്നുന്നുണ്ട്. ഇതാണ് മഹേന്ദ്ര കേവിൻ്റെ എൻട്രൻസ് ആണ്. ഇപ്പോൾ നേപ്പാളിലാണ് ഞാനുള്ളത് കേട്ടോ. പക്ഷേ ഇത് അടിപൊളി സ്ഥലമാണ്. ഉള്ളിലേക്ക് ഇറങ്ങാൻ പേടിയുണ്ട്, എന്നാലും ഞാൻ ഇറങ്ങും. ഇതാണ് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന സ്ഥലമാണ്, മഹേന്ദ്ര കേവ് എന്ന പേര് അതിൻ്റെ. ഓക്കെ, അടിപൊളി സ്ഥലം കേട്ടോ. ഇതിനുള്ളിൽ പോകണമെങ്കിൽ കുറച്ച് സാഹസികമാണോ, പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് പോകണം. എൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്. അതിന് മുമ്പ് ഞാനിവിടെ ഒന്ന് കറങ്ങണം. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം വ്ളോഗ് ചെയ്യാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി, ഒരു ധൈര്യം വെച്ച് കോൺഫിഡൻ്റ് ഉണ്ട്. പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ കാണിച്ചിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ മുഖം ഞാൻ എടുക്കാത്തത്. അല്ല, ഇങ്ങനെ അടുത്ത് പോകാൻ അറിഞ്ഞിട്ടില്ല വീഡിയോ. എൻ്റെ ഫേസ് കണ്ടിട്ട് പ്രത്യേകിച്ച് ആൾക്കാർക്കൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ അടിക്കുന്നത്. എൻ്റെ മുഖം കാണിക്കുന്നില്ല. ഓരോ സ്ഥലങ്ങളാണ് പിടിച്ച് എന്താ പ്രശ്നം എന്നറിയില്ല. പോയോക്കാം. അറിയാത്ത സ്ഥലമായതുകൊണ്ട് പല പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കറങ്ങിയിട്ട് നമുക്ക് ബാക്കി നോക്കാം, എന്താവുമെന്ന് അറിയുമല്ലോ. ഇതെന്ത് മരം എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. അതിന് ഒരു കായൊക്കെ മൂച്ചിട്ടുണ്ട്. എന്തോ ഒരു ഇതെന്ത് മരമാണെന്നൊരു ഐഡിയ ഇല്ല. കായകളുണ്ട്, എന്താ ഐറ്റംസ് എന്ന് തന്നെ ഐഡിയ ഇല്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. थोड़ा जगह में घूमने चाहिए. इधर देखने को मुश्किल नहीं. थोड़ा പോയൊക്കെ എന്താ പാടും. പിന്നെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. വലിയൊരു ഐഡിയ ഇല്ല. ഇവിടെയൊക്കെ വർക്ക് നടക്കുകയാണ്. രണ്ട് കൽപ്പിച്ച് ഇറങ്ങണം. പക്ഷേ ടോർച്ചും കാര്യങ്ങളും വേണം, അതാണ് മെയിനായിട്ട്. ഇരുട്ടാണ്. ഒരു സിറ്റുവേഷനിൽ ഇറങ്ങുന്നുണ്ട്, എന്താ പാടുന്ന അറിയില്ല. ചെറിയ കുട്ടിയാണ്. ഒരു കുട്ടീനെ നമ്മൾ കണ്ടില്ലേ. ഇനി ഇതിനുള്ളിൽ പോയൊക്കെ എന്താ പാട്, ചൂടാ തണുപ്പെന്ന് അറിയില്ല. രണ്ടും കൽപ്പിച്ച് പോവാണ്, പേടിയാണ്. രണ്ടാമത്തെ കേവ് ആട്ടത്. ഞാൻ പക്ഷേ ബാറ്റ്മാൻ എന്നിട്ട് ബാറ്റിൻ്റെ കേവ് എന്താ പറഞ്ഞു. ഇത് മഹേന്ദ്ര കേവ് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകണം. പക്ഷെ ഇത് പറഞ്ഞേരി ആളെ പറ്റി കണ്ടിട്ട്. ഇതാണ് കേവിൻ്റെ ഉള്ളത്തെ അവസ്ഥ. അത്യാവശ്യം നമുക്കുള്ള വെളിച്ചം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല. നല്ല സ്വസ്ഥ എവിടെയും പോയി കാണാം. വെളിച്ചമുണ്ട്. ഒരു വിചാരം നമ്മൾ ടോർച്ചൊന്നും ഇല്ലല്ലോ. ഇത് ഇവിടുത്തെ എന്തോ ഒരു ഇതാണ്. പോയേക്കാം. ഇതാണ് മഹീന്ദ്ര കേവ്. ഇവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങോട്ടൊക്കെ പോയേക്കാം. പക്ഷേ നമ്മൾ ഏത് റൂട്ടിലും പോകും, നമുക്ക് അങ്ങനത്തെ പേടിയില്ല. പറ്റത്ര വീഡിയോ എടുത്തിട്ടേ വരുള്ളൂ. വവ്വാലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ പോയൊക്കെ നമുക്ക് എത്ര പോകാൻ പറ്റുന്നു. കേവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെയൊക്കെ ഓരോ കല്ലൊക്കെ വെച്ച് എന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇവർ ആരാധിക്കണമെന്ന് അറിയില്ല, എന്താ അറിയില്ല. ഞാൻ പോയേക്കട്ടെ. ഇതാണ് ഇവിടെ എൻ്റെ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഞാൻ എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ തിരിക്കണം. ഇവിടെ ഈ കേവിൻ്റെ എൻ്റെ ഇവിടെ കഴിഞ്ഞ് ഞാൻ അടുത്തത്
എല്ലാവരും എടുത്ത് കാണിച്ചാൽ നിങ്ങൾ കേവ് മടുക്കും, അതുകൊണ്ടാണ്. കേവ് അത്യാവശ്യം വലിപ്പമുണ്ട്. അതാണ് കേവിൻ്റെ വലിപ്പം ഉണ്ടോ. ഒരാൾക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോർച്ചുണ്ട് ഒരിടത്ത്. ലൈറ്റ് ഓൾറെഡി ഫിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വ്യൂ കിട്ടും. എന്നാലും എല്ലായിടത്തും ലൈറ്റ് ഒന്നുമില്ല കേട്ടോ. എക്സിറ്റ് അടിക്കണതാണ്. 2 ഏരിയ ഉണ്ട്, നമുക്ക് ഏതിലും പോവാം. നമ്മൾ ഫസ്റ്റ് ഏരിയ കൂടെ പോയേക്കാം. അവിടെ നിന്ന് ഇവിടെ എത്തുന്ന അറിയില്ലല്ലോ. ഇത് വന്ന സൈഡ് എടുക്കണമെന്ന്. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് എക്സിറ്റ് ഇല്ല, കണ്ടടിക്കണം. 2 എക്സിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ പോവാണ്. പിന്നെ കേവിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. നിഗൂഢമായ സ്ഥലം, മനുഷ്യന്മാരൊന്നുമില്ല. എന്നാലും ഇതൊക്കെയാണ് ലൈഫിൽ എനിക്ക് കിട്ടിയ സന്തോഷം. ഇപ്പോഴാണ് ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ചില വീഴ്ചകൾ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്, അപ്പോൾ അതിന് കണ്ട് പൊന്തിയെന്നറിയാം. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ലെവലായത്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ യാത്ര ചെയ്യാം. ഇനി യാത്രയിൽ തന്നെ എൻ്റെ പരിപാടി. അപ്പോൾ കേവിൻ്റെ ഉള്ളിലാണ്. എല്ലായിടത്തും നിന്ന് കല്ലുകളിങ്ങനെ അട്ടിവെച്ച്. അവിടെ ഒരു അമ്പലം ഉണ്ടായിന്, അവിടെ അലൗഡില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോഗ്രാഫി എടുത്തില്ല. ടെമ്പിൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഞാൻ അവിടെ കയറി വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. നമ്മൾ ടൂറിസ്റ്റ് പറയിപ്പിക്കത്തില്ല ആരെ കൊണ്ട്. ഇവിടെ ഓരോന്നും കാണാനില്ല കേട്ടോ. കേവിനുള്ളിൽ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു കേവാണിത്. അതിൻ്റെ ഉള്ളിൽ കയറിപ്പോൾ കാണാൻ നല്ല രസമുള്ള കാഴ്ചകളൊന്നും ഉള്ളിലൊക്കെ. പല വർക്കും നാച്ചുറലായിട്ടുള്ള കേട്ടോ, മനുഷ്യനിർമ്മിതല്ല, നാച്ചുറലായിട്ട് വന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ഈ വഴിക്ക് തന്നെ പോവുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലൂടെ പോയി നോക്കണം. വേറെ ഒരു ഏരിയ ആണ്. വഴി നമുക്കറിയാം, നമ്മൾ അടുപ്പിക്കണം. എന്തൊക്കെയാ മന്ത്രം ചൊല്ലിയിട്ട് ആൾക്കാർ. കളിച്ച് പോവുക. കാഴ്ചകളാണ്, കൂടുതലൊന്നുമില്ല. അവിടെ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാനാണ്ട് പോയി. ഉള്ള സ്ഥലത്ത് കൂടെ ഉള്ള നായിഞ്ഞ് കയറിയിട്ട് എന്തൊക്കെയാ കല്ല് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെനിക്കറിയില്ല. അതിൻ്റെ കൂടുതൽ എന്താണെന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലാണ്. ചോദിക്കാൻ ആരില്ല, അറിഞ്ഞാറുണ്ട് ചോദിക്കുന്നു. വിശ്വാസം എന്താണ് അതിൻ്റെ. പിന്നെ ഭക്തരിഷ്ടമായിരുന്നു കേട്ടോ. ഉണ്ടോ കേവ്. ഇവിടുത്തെ വവ്വാലാണ്. ബാഗ്സുകൾ ഒരുപാടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയാലേ, അത് ഉള്ളിൽ കണ്ട് ഇറങ്ങിപ്പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പോയാലോ, കടി കിട്ടുമെന്ന് പേടി. अयो जाने का रास्ता है। बैट में बैट ज़्यादा है इधर।
അസുഖം പിടിക്കുന്ന പേടി. നിപ്പ വൈറസൊക്കെ വന്നാൽ ഇങ്ങനെ വെവ്വാലിൻ്റെ പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഞാൻ വൈറസിനെ കൊടുന്നു പറഞ്ഞ് പരത്തും ആൾക്കാർ. ഞാനൊക്കെ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. വെവ്വാൽ കുട്ടികളെങ്ങളാകുമ്പോൾ ക്ഷമിക്കിട്ടാ. ഇതൊക്കെ ഐസാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഐസ് വീഴ്ച എന്തൊക്കെ ഉണ്ട്, വൈറ്റ് കളറ്. ഇനി കയറില്ല, ഇനി കയറി പണിയിട്ടു. അതുകൊണ്ട് ഉള്ളിൽ കയറാൻ വയ്യ. അയാളെന്നോട് പറഞ്ഞാൽ 600 രൂപ വരെ അറിഞ്ഞാൽ ചിലപ്പോൾ ഇതിനുള്ളിൽ കാണിച്ചു തരാണോ. അറിയാത്ത ആൾക്കാർ 5 മിനിറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ അവരെക്കാട്ടി വലിയ ആൾക്കാരാണ്. എൻ്റെ ഇരുമ്പിൻ്റെ സാധനം പോയി, എന്ത് തപ്പിയിട്ട് കിട്ടിയില്ല. കേവല്ല ഇതാണ്ട് വലിയ കേവ്. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ കേവ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. മൈ ഗോഡ്, ഇപ്പോൾ വീണീന്. എക്സ്പ്ലോർ ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഇട്ടടിക്കട്ടെ. ആൾക്കാർ കുറവാണ് ഈ സിറ്റുവേഷനിൽ. ഇതൊക്കെ അതിൻ്റെ ഓരോ സാധനങ്ങളും. കുടുക ഇതൊക്കെ നമ്മളെ ആൾക്കാരെ പണിയാണ്. എവിടെ നിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തിന്നിട്ട് അലമ്പാക്കി പോയിക്കും. അപ്പം ഞാൻ ഈ കേവിനോട് ഇവിടെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് ഉള്ളിൽ ചൂടൊന്നുമില്ല, നോർമൽ ക്ലൈമറ്റ് കേട്ടോ. തണുപ്പില്ല, ചൂടില്ല, കുഴപ്പമില്ല. സാധാരണ കേവിനുള്ളിൽ, ചെറിയ കേവിനുള്ളിൽ കയറി പുഴുങ്ങാണ്. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാർ പോയി. ഇനിയിപ്പോൾ ഇതാണ് എൻട്രൻസിൻ്റെ. എന്താ ഈ പടി കയറാനൊന്നും ബുദ്ധിമുട്ടില്ല. ഇനി കഠ്മണ്ഡു പോകാനുണ്ട്, പിന്നെ നാളെ കഠ്മണ്ഡു പോകണം എന്തായാലും. ഇനി 2-3 സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കേവിനുള്ളിലേക്ക് ഉണ്ട്, മതി. ഞാൻ 300 രൂപ വെച്ച് 1000 വരെ കൊടുക്കും ഞാൻ. പക്ഷെ ആരെങ്കിലും ഫോറിൻകാരൊന്നും അപ്പം പറ്റിക്കാൻ കിടക്കും. എവിടെ ചെന്നാലും ഇതന്നെ അനുഭവം, ദുരനുഭവങ്ങൾ. जाएगा उधर नो एंट्री नहीं लिखा ना, क्या मुश्किल है. जाने वाला है. मेरा टॉर्च है, जाएगा. चलिए आप. हाँ, क्या मुश्किल. अच्छा हुआ भैया. हाँ, ये घूमने के लिए बोल दिया आदमी. हाँ, आवड़ा क्या पहले आराम से आओ. हाँ, जाने का रास्ता जाने वाला है. ഇത് പുതിയ കേവ് കേട്ടോ. പക്ഷെ ഇത് ഇപ്പോൾ ഞാൻ കണ്ട ചെക്കന്മാരെ കാണിച്ചത്. ഇപ്പോൾ 2 ആൾക്കാരുടെ ബാക്കിലുണ്ട്. ഇത് ഇവരെന്നെ ചോദിച്ചുകൊണ്ട് കയറാൻ പറ്റും. അപ്പോൾ എന്താ ഇറങ്ങി നോക്കിയാണ്, എന്താ പാടും. അപ്പോൾ ഇറങ്ങാൻ പറ്റുമോ? നല്ല ഉള്ളിൽ നല്ല ഇതുണ്ട്. ഇതാണ് ആ ചെങ്ങൻ്റെ പറഞ്ഞത്, കാണിച്ചൊരു 1/2 മണിക്കൂർ പോകേണ്ട പറഞ്ഞതാണ്. ഈ കേവാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ ഓ निकला जाए कैसे? हाँ, अरे उधर से निकला जाए. चलो आराम से आओ, देखो गिरेगा तो मुश्किल है. आप किधर से आते हैं? इंडिया? यूपी. हाँ, यूपी इसका सामने है ना, पड़ोसी है. पड़ोसी देश है. हम लोग दूर है, केरला से. हाँ. नाम क्या है? मेरा इरफान. आपका क्या है? विकेंद्र. हाँ, बड़ी मुश्किल से. नहीं यार,
इधर आने के इधर अंदर जाना चाहिए आओ मेरे साथ आओ मैंने 3-4 केव अंदर किया अंदर में गए मेरे को नहीं डरता है मैं देखो उसका पहले भाई साहब हम लोग को पहला है ना ये जगह में आता है मेरे को लगता है देखो दूसरा जाएगा जाएगा आओ देखेगा किधर समझा हम लोग को है ना ये जगह में दोबारा बार इधर आया मुश्किल नहीं दोबारा उसी रास्ते हाँ इधर आ रही तू यू अंडरस्टैंड दैट सॉरी चल फायदा नहीं टाइम वेस्ट हो गया बहुत छोटा था ये എക്സിറ്റ് ഇത് കറങ്ങിയപ്പോൾ വളഞ്ഞ് മൂക്ക് കുടിക്കുന്ന അറിയില്ലേ അതിൻ്റെയൊക്കെ ഒരു ഇതാട്ടാ വന്ന വഴിക്കാൻ വീണ്ടും എത്തി ചേ കുഴപ്പമില്ല ഇതിനുള്ള ചൂടാണ് അപ്പം കുഴപ്പമില്ല ആൾക്കാർ വിസിറ്റേഴ്സ് വരുന്നുണ്ട് പോട്ടെ ഇനി ഇവിടെ ഒന്നും കാണാനില്ല കഴിഞ്ഞ് ഞാൻ അടുത്ത ഗുഹ നോക്കി നമുക്ക് പോവാം ഇവിടുത്തെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പടി ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ നാളെ കടമണ്ട് പോകണം കടമണ്ടൂർ ഒരു എന്താ അവസ്ഥ അറിയില്ല അവിടെയൊക്കെ നല്ല നമ്മളെ വിദേശികളൊക്കെ നല്ല പിയൂന്ന് പറഞ്ഞിട്ട് എന്നാലും വേണ്ടില്ല പോട്ടെ പിന്നെ ഹിമാലയ പർവ്വതം കാണുന്നുണ്ട് പക്ഷേ നല്ല എക്സ്പെൻസാണ് 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യാണ് അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കണില്ല ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് കണ്ടാണ് ഇവർ യു പിക്കാരാണ് എൻ്റെ ആൾക്കാരവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നു അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട് इसका प्रतिष्ठा का नाम क्या है उधर अंदर नहीं पता ये तो महेंद्र गुफा है हाँ दूसरा एक गुहा है इधर मिलते हैं हाँ बैटमैन गुहा इधर इसका साथ है पैर में जाना चाहिए जाएगा क्लास നമ്മളിഞ്ഞ് പുറത്ത് പോകട്ടോ എൻട്രൻസ് ആണിത് അപ്പം നമ്മൾ മഹാന്തർ കേവിനോട് നമ്മൾ ഇവിടെ പറയാം കേട്ടോ ഇനി നമുക്ക് टॉयलेट उधर टॉयलेट है तो ऊपर जाएगा जगह मिलता है जाएगा इसका चला हुआ अब चला जाता पैसा जो रुपया कहना है टैक्सी वाले ज़्यादा पैसा का आता है इधर ज़्यादा पैसा का आता है 2000 का है हाँ 2000 3000 1000 बोलते हैं मैं बस में आया अच्छा हम लोग कैब बुक किए टैक्सी हाँ बस में कम किराया लगा होगा हाँ कितना 50 रुपया नेपाल का नेपाली हाँ कहाँ घुमाएगा जगह तो घूमने के लिए जब पूरा है ना पेड़ है दूसरा नहीं कुछ नहीं है ഇവിടുത്തെ എൻ്റെ ആണ് ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നോക്കിപ്പോ ഫായതയില്ല चलो यार എട്ടൻ जाएगा